കോഴിക്കോട് കല്ലായിയിൽ യുവാവ് കുളത്തിൽ മുങ്ങി മരിച്ചു. മലപ്പുറത്തും പാലക്കാടുമായി 3 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. മലപ്പുറം പൊന്നാനിയിലും താനൂരും കടലാക്രമണത്തിൽ വീടുകളും റോഡുകളും തകർന്നു. കോഴിക്കോട് കാപ്പാട് സ്വദേശി അഹമ്മദ് റബ്ബയാണ് കല്ലായിയിൽ മുങ്ങിമരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. പാലക്കാട് മംഗലം ഡാമിൽ പുഴയിൽ യുവാവിനെ കാണാതായി. അയലൂർ സ്വദേശി ഉമർ ഫാറൂഖിനെയാണ് കാണാതായത്. മീൻ പിടിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഒറ്റപ്പാലത്ത് ഭാരതപ്പുഴയിൽ മീൻ പിടിക്കുന്നതിനിടെ ഒരാളെ കാണാതായി. ഒറ്റപ്പാലം സ്വദേശി യൂസഫാണ് ഒഴുക്കിൽപ്പെട്ടത്. അയിലക്കാട് കായലിൽ കുളിക്കാനിറങ്ങിയ യുവാവിനെയും ഒഴുക്കിൽപ്പെട്ട് കാണാതായി. തിരൂർ കൂട്ടായി സ്വദേശി മുഹമ്മദ് ഖൈസിനെയാണ് കാണാതായത്. മലപ്പുറം പൊന്നാനി പാലപ്പെട്ടിയിൽ കടലാക്രമണത്തിൽ 2 വീടുകൾ പൂർണ്ണമായും 5 വീടുകൾ ഭാഗികമായും തകർന്നു. താനൂർ എടക്കടപ്പുറം, അഞ്ചുണ്ടി, ഒസാൻ, കടപ്പുറം ഭാഗങ്ങളിലും കടലാക്രമണമുണ്ടായി. റോഡുകൾ കടലെടുത്തു. കോഴിക്കോട് കക്കയം ഡാമിൽ റെഡ് അലേർട്ടാണ്. കൊയിലാണ്ടി, കുറ്റിനിലം പ്രദേശത്തെ വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് പ്രദേശത്ത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. മാറാട്, ഗോദീശ്വരത്ത് കടൽ കയറി റോഡ് തകർന്നു. കുറ്റ്യാടി മേഖലയിൽ മരം കടപുഴകി വീണും പോസ്റ്റുകൾ മറിഞ്ഞും വലിയ നാശനഷ്ടങ്ങളുണ്ടായി. വിലങ്ങാട്, ഉരുട്ടി ഭാഗത്തുണ്ടായ മിന്നൽ ചുഴലിയിൽ നിരവധി വീടുകൾ തകർന്നു. നാദാപുരത്ത് 15ഓളം വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പാലക്കാട് വീടിന് മുകളിൽ മരം വീണ് ചന്ദ്രനഗർ സ്വദേശി സരോജിനിക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. 55 മൈലിൽ നിന്നും ഭീമനാട് പോകുന്ന റോഡിൽ വീണ്ടും വിള്ളലുണ്ടായി. അട്ടപ്പാടിയിൽ 2 ദിവസത്തിനു ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.